അമേരിക്കയിലെ സെനറ്റർമാർ ഇന്ത്യയുടെയും ചൈനയുടെയും മേൽ 100% താരിഫ് ചുമത്തണമെന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ വിചിത്രമായി തോന്നുന്നു അല്ലേ? അമേരിക്കയുടെ സെനറ്റർമാർ എന്തിനാണ് ട്രംപ് ഭരണകൂടത്തോട് ഇപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയാമോ? ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ്. സെനറ്റർമാർ മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നമ്മളുടെ സഖ്യരാജ്യങ്ങളെ ഒന്നും ഇത് ബാധിക്കില്ല, എന്നാൽ ഇന്ത്യയും ചൈനയും ഉറപ്പായും അവരുടെ മേൽ 100% താരിഫ് നമ്മൾ ചുമത്തണം. അവരാണ് റഷ്യയെ സഹായിക്കുന്നത്, അവരാണ് റഷ്യയുടെ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നത്. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് നിരവധി വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെ ബാധിക്കില്ല എന്ന് പറയാൻ കാരണം, യൂറോപ്യൻ രാജ്യങ്ങളടക്കം നിരവധി അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഗ്യാസ് ഉൾപ്പെടെയുള്ളവ വാങ്ങുന്നുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇളവ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയെയും ചൈനയെയും അമേരിക്ക ഒരേ കണ്ണിലൂടെയാണ് ഇപ്പോൾ കാണുന്നത്. കുറഞ്ഞപക്ഷം അമേരിക്കയിലെ മെജോറിറ്റി സെനറ്റർമാരും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവരാണ്. ഇതിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും ഉണ്ട് എന്നത് പ്രത്യേകം ഓർക്കണം. ട്രംപ് തൽക്കാലം ഉടനടി വേണ്ട, അല്പം സമയം വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണിപ്പോൾ. കർശനമായ ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് പോയിട്ടില്ല. കാരണം ട്രംപിന് അങ്ങനെ എളുപ്പത്തിൽ വീണ്ടും ഇന്ത്യയെ പിണക്കി ഇന്ത്യയുടെ വെറുപ്പ് സമ്പാദിക്കാൻ തൽക്കാലം താല്പര്യമില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് എന്നാണ് ഇന്ത്യയിലെ US അംബാസിഡർ അടക്കം നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ ഇന്ത്യ അമേരിക്ക റിലേഷനിൽ ഉണ്ടായ വിള്ളലുകൾ നികത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഇന്ത്യയുടെ മേൽ 100% താരിഫ് ചുമത്തുകയാണെങ്കിൽ അത് US ഇന്ത്യ റിലേഷനെ കൂടുതൽ മോശമാക്കി മാറ്റും എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. എന്നാൽ അമേരിക്കയിലെ ചില സെനറ്റർമാർക്ക് ഇതൊന്നും ബാധകമേ അല്ല. അവർക്ക് ഇന്ത്യയും ചൈനയും ഒരേ കണ്ണിലൂടെ കാണാനാണ് താല്പര്യം. ചൈനയും ഇന്ത്യയും ഒരുപോലെ സാമ്പത്തികമായി തകരണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്തിടെ മരണപ്പെട്ട ട്രംപിന്റെ പ്രിയപ്പെട്ട ലിൻസി ഗ്രഹാം എന്ന് പറയുന്ന ഒരു സെനറ്റർ, അദ്ദേഹം 500% നികുതി ഇന്ത്യയുടെയും ചൈനയുടെ മേൽ ചുമത്തണമെന്ന് പറഞ്ഞു വന്ന ഒരാളാണ്. അദ്ദേഹം മരിച്ചുപോയിപ്പോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന മറ്റ് സെനറ്റർമാർ 100% നികുതിയെങ്കിലും തീരുവയെങ്കിലും ഇന്ത്യയുടെയും ചൈനയുടെയും മേൽ ചുമത്തണമെന്ന് പറയാണ്. ചുരുക്കത്തിൽ അമേരിക്ക ചൈനയെ ഭയപ്പെടുന്ന പോലെ തന്നെ ഇന്ത്യയും ഭയപ്പെടുകയാണ്. ഇന്ത്യ ചൈനയുടെ അത്ര സാമ്പത്തികമായി വളർന്നതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യക്ക് ചൈനയെ പോലെ അല്ലെങ്കിൽ ചൈനയേക്കാൾ ശക്തമായി വളരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് ഇന്ത്യ നാളെ മാറിയേക്കുമെന്നുമുള്ള അമേരിക്കയുടെ ഭയമാണ് ഇന്ത്യയെ കൂടി ചൈനയ്ക്കെതിരെ നടത്തുന്ന ടാർഗറ്റിങ്ങിൽ ഇപ്പോൾ ഉൾപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ സെനറ്റർമാർ പറയുന്നത് പോലെ എളുപ്പമല്ല ഇന്ത്യയെ ഈ ചൈനയുടെ അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ട്രംപ് എടുത്തുചാടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ട്രംപിന് മേൽ നല്ല പ്രഷറുണ്ട് ഇന്ത്യയുടെ മേൽ 100% താരിഫ് ചുമത്താൻ. ഇനി ഏറ്റവും ഇതിലെ കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടക്കം വൻതോതിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുട്ടുമടക്കിയെന്ന്. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കയെ ഭയമാണ്, ഏതോ അമ്മാവന്റെ കയ്യിലെ ഫയല് കണ്ട് പേടിച്ചിട്ടാണ്, ഏതോ പെണ്ണുപിടിയനായിട്ടുള്ള ഒരു അമേരിക്കൻ അമ്മാവന്റെ കയ്യിലെ ഫയല് കണ്ട് മോദി പേടിച്ചു പോയി, അതുകൊണ്ട് മോദി അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നതടക്കം എന്തെല്ലാം പ്രചാരണങ്ങളാണ് മോദിക്കെതിരെ നടന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെങ്കിൽ അമേരിക്കൻ സെനറ്റർമാർ ഇപ്പോൾ എന്തിനാണ് 100% താരിഫ് ഇന്ത്യയുടെ മേൽ ചുമത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് നിർത്തിയതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ആണ്. ട്രംപ് അങ്ങനെ എന്തെല്ലാം ഒരു ദിവസം പറയുന്നു. അതിനൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് മറുപടി പറയാൻ പോയാൽ നമുക്ക് അതിനെ നേരം കാണൂ. അയാളുടെ ഈഗോയ്ക്ക് എതിരെ പോകേണ്ട ഒരു കാര്യം നമുക്കില്ല. അയാൾ എന്തെങ്കിലും പറഞ്ഞു തുലയ്ക്കട്ടെ. ഇന്ത്യ ഗവൺമെന്റ് വ്യക്തമായും എവിടെയും പറഞ്ഞിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന്. അതേസമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറ് മെച്ചമായി വരുന്നൊരു സമയത്ത് ഇന്ത്യ സ്വാഭാവികമായിട്ട് പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ തള്ളി പറയാനൊന്നും പോയില്ല. നേരിട്ട് അത് അയാൾ പറഞ്ഞ് തെറ്റാണെന്ന് എടുത്തടിച്ചതുപോലെയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ മറ്റ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് അതിനെ കവർ ചെയ്തു. ഇന്ത്യക്ക് എവിടെ നിന്ന് എണ്ണ വില കുറച്ച് കിട്ടുമോ നമ്മൾ അവിടെ നിന്ന് വാങ്ങും. ഇന്ത്യയുടെ എണ്ണ വ്യാപാരം അല്ലെങ്കിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിനല്ല, മറിച്ച് ഇന്ത്യയുടെ താല്പര്യത്തിനാണ്. നമുക്ക് ആരാണോ ബെറ്റർ പ്രൈസിന് ബെറ്റർ ഓയിൽ ഓഫർ ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങും. അതാണ് ഇന്ത്യയുടെ ഒരു പോളിസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഫസ്റ്റ് നയമാണ് നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞ് ഇന്ത്യ അതിനെ കവർ ചെയ്തു. ഇന്ത്യ പ്രസിഡന്റ് ട്രംപിനെ തള്ളിപ്പറയാനോ അയാളെ നേരിട്ട് അപമാനിക്കുന്ന തരത്തിൽ പ്രതികരിക്കാനോ തയ്യാറായില്ല. മറിച്ച് നയതന്ത്ര തലത്തിൽ പക്വതയുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഇങ്ങനൊരു നിലപാട് ഇന്ത്യ എടുത്തത് കൊണ്ട് ഉടനെ ട്രംപ് പറഞ്ഞതെല്ലാം സത്യമാണ്, മോദിക്ക് ട്രംപിനെ ഭയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ കുറെ ആളുകൾ നരേന്ദ്രമോദിക്കെതിരെ ഇറങ്ങി.
ഇപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ നരേന്ദ്രമോദിയോട് മാപ്പ് പറയുമോ? എപ്സ്റ്റീൻ ഫയൽസ് കാരണമാണ് മോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത്. മോദി എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ട്രംപ് ഫയൽ വെളിയിൽ വിടും. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പ്രചരിപ്പിച്ചത്. നരേന്ദ്രമോദിയോട് അന്ന് ആ പറഞ്ഞവരൊക്കെ മാപ്പ് പറയുമോ എന്നതാണ് ചോദ്യം. കാരണം ഇന്ത്യ ഒരു സമയത്തും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യ അവരുടെ എണ്ണ വില വർദ്ധിപ്പിച്ചു. അവര് എണ്ണ കൊടുത്തുകൊണ്ടിരുന്ന വില വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഒരു ലളിതമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് റഷ്യ വളരെയധികം റേറ്റ് കുറച്ചാണ് എണ്ണ തന്നുകൊണ്ടിരുന്നത്. ഇന്ത്യക്ക് എന്ന് പറയുമ്പോൾ മോദി നേരിട്ട് ബക്കറ്റും കൊണ്ടുപോയി എണ്ണ വാങ്ങുന്നതല്ല പരിപാടി. ഇന്ത്യൻ കമ്പനികളാണ് കൂടുതലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അപ്പൊ ഈ കമ്പനികൾക്ക് മാക്സിമം വില കുറച്ചാണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ എണ്ണ വില കുറച്ച് കൊടുക്കാൻ കാരണം മാർക്കറ്റിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ ആളില്ലായിരുന്നു. ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയതോടെ യൂറോപ്പിലടക്കമുള്ള പല രാജ്യങ്ങളും രഹസ്യമായും അല്ലാതെയും റഷ്യൻ എണ്ണ വാങ്ങാൻ മുന്നോട്ട് വന്നു. അപ്പൊ ഈ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് കോരി കൊടുക്കുന്ന എണ്ണ അല്ല അവർ വിൽക്കുന്നത്. റഷ്യൻ കമ്പനികളാണ് എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത്. ഇന്ത്യയിലെ കമ്പനികളും ലോകത്തെ പല രാജ്യങ്ങളിലെ കമ്പനികൾ, അത് ഗവൺമെന്റ് ഓൺഡ് കമ്പനികൾ കാണും, പ്രൈവറ്റ് കമ്പനികൾ കാണും. ഈ കമ്പനികളാണല്ലോ എണ്ണ വാങ്ങുന്നത്. ഇവിടെ ഗവൺമെന്റ് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ കച്ചവടം ചെയ്യുന്നതല്ല, പകരം കമ്പനികളാണ് എണ്ണ കച്ചവടം നടത്തുന്നത് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ. അപ്പൊ ഈ റഷ്യൻ കമ്പനികൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? എണ്ണയുടെ വില പതിയെ വർദ്ധിപ്പിച്ചു. കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ അവിടെ നിന്നുള്ള എണ്ണ ഒഴുക്ക് ഹോർമുസ് കടലിൽ തടഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പല രാജ്യങ്ങൾക്കും എണ്ണ ആവശ്യമായി വന്നപ്പോൾ നേരത്തെ റഷ്യയുടെ അടുത്തുനിന്ന് വാങ്ങാതിരുന്ന കുറെ രാജ്യങ്ങൾ കൂടി എണ്ണ വാങ്ങാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അവർ വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് എണ്ണ തരുന്നത്. എന്നാൽ എണ്ണയ്ക്ക് നല്ല വില കൊടുത്ത് വാങ്ങാനും മാർക്കറ്റിൽ ആൾക്കാർ വന്നു. ഇന്ത്യയും റഷ്യയും അല്ലെങ്കിൽ റഷ്യയും ചൈനയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടി പോളാർ വേൾഡിൽ വളരെ ക്ലോസ് ആയിട്ട് സഹകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളാണ് ഇവരെല്ലാം. അപ്പൊ ഇന്ത്യ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് റഷ്യയുമായിട്ട്. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും അതുപോലെ ചൈനയും. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു? നമ്മൾ റഷ്യയിൽ നിന്നും നേരത്തെ വലിയൊരു ഷെയർ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത് തന്നെ റഷ്യയുടെ എണ്ണ മാർക്കറ്റിൽ വേറെ ആൾ വാങ്ങാൻ ഇല്ലാതെ വന്നപ്പോഴാണ്. അപ്പൊ റഷ്യൻ എണ്ണ വാങ്ങാൻ വേറെ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, വെനസ്വേലയിൽ നിന്ന്, മറ്റ് എവിടെയൊക്കെ എണ്ണ കിട്ടുമോ അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? എണ്ണ വാങ്ങി. ആ സമയത്ത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ ഷെയർ കുറഞ്ഞു. ആ ഒരു കുറഞ്ഞതിനെ എടുത്തു വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്, ട്രംപിന് വേണ്ടിയിട്ട് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടന്നത്. അമേരിക്കയും മറ്റേ ഇറാനും ചേർന്നുകൊണ്ട് താൽക്കാലികമായിട്ട് വെടിനിർത്തലൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ കണ്ണി പൊടിയിട്ടല്ലോ. യുദ്ധം ടെമ്പററിലി അവർ നിർത്തിയ ഒരു സമയം. ആ സമയത്ത് വീണ്ടും എന്ത് ചെയ്തു? ഹോർമുസ് കടൽ വഴി എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്തു? പതിയെ എണ്ണ വാങ്ങുന്നത് കുറച്ചു. ആ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു? കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. ഇപ്പൊ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പൊ ഇത് വീണ്ടും അമേരിക്കയെ ചൊടിപ്പിക്കുകയാണ്. കാരണം ഇന്ത്യ അമേരിക്ക പറയുന്നിടത്തൊന്നും അല്ല നിൽക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ സെനറ്റർമാർ ഇപ്പോൾ ട്രംപിനോട് പറയുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും എതിരായിട്ട് 100% താരിഫ് ചുമത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, അമേരിക്കൻ സെനറ്റർമാരുടെ നിലപാട്. അവർ ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ത്യ നിലവിൽ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയൊന്നും അല്ല. ഇല്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നിലവിൽ അമേരിക്കയ്ക്ക് ഇന്ത്യ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരു വലിയ ഭീഷണിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അമേരിക്ക ഇന്ത്യയെ കാണുന്നത് ഒരു 10-15 വർഷം മുമ്പത്തെ ചൈനയുടെ ഒരു കണ്ടീഷനിലാണ്. എന്ന് വെച്ചാൽ ഒരു 15 വർഷം മുമ്പ് അമേരിക്ക ഒന്ന് പിടിമുറുക്കിയിരുന്നെങ്കിൽ ചൈന ഇന്നത്തെ നിലയിലേക്ക് എത്തില്ലായിരുന്നു എന്നൊരു വിലയിരുത്തൽ അവർക്ക് ഇന്നുണ്ട്. അത് അവരുടെ തോന്നലാണ്. അമേരിക്ക എത്ര പിടിമുറുക്കിയാലും ചൈനയുടേതായ രീതിയിൽ വളരുമായിരുന്നു. അത് ചില കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കാര്യവും. ഇന്നിപ്പോൾ അമേരിക്ക ട്രൈ ചെയ്യുന്നത് ചൈനയുടെ കാര്യത്തിൽ അവർക്ക് പറ്റിയൊരു വീഴ്ച എന്ന് അവർ കരുതുന്നു. ഞാൻ പറയുന്നത് അവരുടെ വ്യൂ പോയിന്റ് ആണ്. ചൈനയുടെ കാര്യത്തിൽ അവർക്ക് പറ്റിയൊരു വീഴ്ച ഇന്ത്യയുടെ കാര്യത്തിൽ വരരുത്. അമേരിക്കയുടെ ഒരു ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിൽ വന്നപ്പോൾ അയാൾ പച്ചയ്ക്ക് ഇതുപോലെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു, ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വീഴ്ച പറ്റില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക വളരെ ശ്രദ്ധാപൂർവം ഒരു പരിധി വിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, മറ്റ് കമ്പനികളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കയുടെ നിയന്ത്രണത്തിന് പുറത്തൊരു വലിയ ശക്തിയായിട്ട് വളരുന്നതിനെ ഏത് വിധേനയും തടയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ മേൽ ഉപയോഗിക്കുന്ന അതേ എല്ലാത്തരം നടപടികളും ഇന്ത്യയുടെ മേലും വേണം എന്നൊരു വിലയിരുത്തൽ അമേരിക്കയിലെ പല സെനറ്റർമാർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഗ്രോത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഭയപ്പെടുന്നു. തന്റെ സഹോദരിയിൽ തനിക്ക് ജനിക്കുന്ന കുഞ്ഞ് തന്നെ വധിക്കും എന്ന അശരീരി കേട്ട കംസൻ ജനിക്കുന്ന ഓരോ കുട്ടികളെയും കൊന്നുകൊണ്ടിരുന്നു. കാരണം ആ കുഞ്ഞ് ജനിച്ച് വലുതായാലല്ലേ തന്നെ കൊല്ലൂ. അതുകൊണ്ട് ഓരോ കുട്ടികളെയും പ്രസവിക്കുന്ന സമയത്ത് കംസൻ എന്ത് ചെയ്യണം? അതിനെ കൊന്നുകൊണ്ടേയിരുന്നു.
പക്ഷേ കൃഷ്ണന്റെ ജനനത്തെ തടയാനോ കംസന്റെ വധത്തെ തടയാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രയേറെ കുട്ടികളെ കൊന്നിട്ടും ശ്രീകൃഷ്ണൻ ജനിച്ചു. കംസന്റെ കണ്ണിൽ പെടാതെ തന്നെ വളർന്നു. സമയമായപ്പോൾ കംസനെ കൊല്ലുകയും ചെയ്തു. അതിനെ തടയാൻ കംസൻ വളരെ ശക്തനായിരുന്നിട്ടും കഴിഞ്ഞില്ല. ഇവിടെ അമേരിക്ക ഒരു പാഴ് ശ്രമം നടത്തി നോക്കുകയാണ് ഇന്ത്യയുടെ ഗ്രോത്ത് തടയാൻ കഴിയുമോ എന്ന്. അവരതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നടക്കാനുള്ളത് നടക്കും. ഇന്ത്യ ഒരു വലിയ ശക്തിയാകാൻ വിധിയുണ്ടെങ്കിൽ, അഥവാ ഇന്ത്യ ഒരു വലിയ ശക്തിയാകാൻ പോകുന്നുവെങ്കിൽ അതിനെ തടയാൻ അമേരിക്ക ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും കഴിയുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാരുടെ കാര്യമാണ്. അമേരിക്കയുടെയും വിദേശ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പറയുന്ന ഇവിടുത്തെ നേതാക്കളും മാധ്യമങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യം ആരുടെ മുമ്പിലും മുട്ടുകുത്തില്ല. ആരുടെ മുമ്പിലും മുട്ടുകുത്താത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വിദേശ ശക്തികളും ഈ കളികളൊക്കെ കളിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോ ഇന്ത്യയുടെ മേൽ 100% നികുതി ചുമത്തണമെന്ന് സെനറ്റർമാർ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമേ ഇല്ല. അപ്പൊ നിങ്ങൾ പച്ചക്കള്ളങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അത് പ്രചരിപ്പിക്കാതിരിക്കുക. നരേന്ദ്രമോദിയുടെ മേൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മോദി വിരോധം തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങളും മുറിക്കുന്നതെന്ന് ഓർമ്മ വേണം. നിങ്ങൾ കൂടെ ഇരിക്കുന്ന ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പ് മുറിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അതിൽ നിങ്ങളും കൂടിയുണ്ട്. വീണ് ചാവുമ്പോൾ കൂട്ടുകാരൻ മാത്രമല്ല നിങ്ങളും ചാവുമെന്ന് ഓർക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനായിട്ട്, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താനോ താഴെ ഇറക്കാനോ ആയിട്ട് എല്ലാ മര്യാദകളുടെ സീമയും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പ്രചാരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ, വ്യാജ പ്രചാരണങ്ങൾക്ക് കുട പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മോദി മാത്രമല്ല ഈ മഹാരാജ്യം കൂടിയാണ് അതിൽ കടപുഴകി വീഴാൻ പോകുന്നത് എന്ന് മറന്നു പോകരുത്. മോദി എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയോ ഒരു BJP നേതാവോ അല്ല, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ അമേരിക്ക അടക്കമുള്ള ലോകത്തെ പല രാജ്യങ്ങളുടെയും ടാർഗറ്റ് കേവലം മോദിയല്ല, മറിച്ച് ഈ മഹാരാജ്യത്തിന്റെ വളർച്ചയും ഈ രാജ്യത്തെയുമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഒരു മഹാശക്തിയാകരുത്. നരേന്ദ്രമോദി അവരുടെ ടാർഗറ്റ് ആവുന്നത് മോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളരുന്നതുകൊണ്ടാണ്. നരേന്ദ്രമോദി അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിന്നു കൊടുത്തിരുന്നുവെങ്കിൽ മോദിക്കെതിരെ ഒരു നീക്കങ്ങളും ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതിന് മോദിയെ കിട്ടാത്തത് കൊണ്ടാണ് പല രൂപത്തിൽ മോദിയെ ദ്രോഹിക്കാനും ഇന്ത്യയെ ദ്രോഹിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.